ഫ്രണ്ട്സ് എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്കിന്ന് തിങ്കളാഴ്ച ആയിട്ട് നമ്മുടെ കൊണാമി നമ്മുടെ ഗെയിമിൽ പുതിയൊരു പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ നാഷണൽ അറ്റാക്കേഷൻ എന്നുള്ളൊരു പേരിലാണ് പാക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കിടിലം പ്ലേയേഴ്സാണ് വന്നിരിക്കുന്നത്, ഒരു രക്ഷയില് പറയാം. സോ ഇതിൽ നമ്മുടെ ലൂയിസ് ഫിഗോ ഉണ്ട്. സോ ലൂയിസ് ഫിഗോ വന്നിരിക്കുന്നത് നമ്മുടെ പോർച്ചുഗലിലെ കാർഡാണ്. അപ്പോൾ മൂപ്പർക്ക് വന്നിരിക്കുന്ന സ്കിൽസ് പറയുന്നത് എഡ്ജർ ക്രോസിംഗ് പ്ലസ് മാഗ്നറ്റിക് ഫീച്ചർ പറഞ്ഞ സ്കില്ലാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കോളറും ഉണ്ട്. സോ ജാൻ കോളർ നമ്മുടെ ഗെയിമിലെ തന്നെ ഡേഞ്ചറസ് CF ആണ്. മൂപ്പരുടെ മുകളിൽ തല വെക്കാൻ ഒരു പ്ലെയർ ഇല്ല. ഇത് ഡിഫൻസിൽ വെക്കാൻ സ്റ്റാമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പറച്ചിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഫുൾ അഡ്വാൻറ്റേജ് ഗോസ് ടു കോളർ. അങ്ങനത്തെ ഒരു സെൻറ്റർ ഫോർവേഡാണ് മൂപ്പര്. ബാക്കിയുള്ള സെൻറ്റർ ഫോർവേഡിൽ ഇങ്ങനെ ത്രൂ ഇട്ട് ഓടുന്നല്ല, ഹെഡ് ചെയ്യാൻ വേണം. നോർമൽ ക്രോസ് ഇട്ടാലും എങ്ങനെ ഇട്ടാലും ആൾ ഹെഡ് ചെയ്യും. അപ്പോൾ കോളറിൻ്റെ ഒരു കാർഡ് വന്നിട്ട്, സോ കോളർ ചെക്കിൻ്റെ ആളാണ്, അറിയാലോ, ചെക്ക് റിപ്പബ്ലിക്കാണ് ആളുടെ രാജ്യം, അതേ തോന്നുന്നുണ്ട്. അപ്പോൾ ആൾക്ക് വന്നിരിക്കുന്ന സ്കിൽസ് പറയുന്നത് ബുള്ളറ്റ് ഹെഡർ പ്ലസ് വിൽ പവറാണ് കേട്ടോ. ബുള്ളറ്റ് ഹെഡറും ഉണ്ട്, അതിനൊപ്പം തന്നെ അടിച്ചു വെച്ചാൽ പാകത്തിനുള്ള വിൽ പവറും ഉണ്ട്. കിടിലൻ കാർഡാണ്. പിന്നെ വന്നിരിക്കുക നമ്മുടെ റോയ് മക്കായ് പറഞ്ഞിട്ട് ഒരു പ്ലെയറാണ്. മൂപ്പര് നെതർലാൻഡ്സിൻ്റെ ലെജൻഡാണ്. അപ്പോൾ ആൾക്ക് വന്നിരിക്കും ഫിനോൽ ഫിനിഷിംഗ് പ്ലസ് ബുള്ളറ്റ് ഹെഡറിനാണ്. അപ്പോൾ 2 ബുള്ളറ്റ് ഹെഡർ പ്ലസ് ഒരു എഡ്ജർ ക്രോസിംഗ് കാർഡാണ് ഈ പാക്കിൽ അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പോൾ 3 കാർഡും ടോപ്പ് തന്നെ പറയാം. അപ്പോൾ എന്തായാലും ഇതിൽ ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് പറയുന്നത് ലൂയിസ് ഫിഗോയും കോളറാണ് കേട്ടോ. സോ ഈ 2 പേരായിട്ട് പൊളിക്കും. കോളർ അടിപൊളിയാണ്, അതുപോലെ തന്നെ ലൂയിസ് ഫിഗോ അടിപൊളിയാണ്. മക്കായി പിന്നെ ഗെയിമിലേക്ക് ആദ്യമായിട്ട് നമുക്ക് എന്തായാലും പെർഫോമൻസ് നമുക്ക് നോക്കി കിട്ടുകയാണെങ്കിൽ. അപ്പോൾ 6000 കോയിൻ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കും നമ്മുടെ ഷാൻ ബ്രോയുടെ അക്കൗണ്ടിൽ പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ്. അപ്പോൾ അതിന് തന്നെ ഷാൻ ബ്രോ, താങ്ക് യു ഫോർ ഗിവിങ് ദിസ് അക്കൗണ്ട് ഫോർ പാക്ക് ഓപ്പണിംഗ്. അപ്പോൾ എന്തായാലും ഇതുപോലെ എല്ലാ ആഴ്ച നമ്മൾ പാക്ക് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അക്കൗണ്ടിൽ കറക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. മിനിമം ഒരു 5000 4000 കോയിനൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ പാക്ക് ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ലൂയിസ് ഫിഗോ മെയിൻ ടാർഗറ്റ് ലൂയിസ് ഫിഗോ ആണ്. പ്രോ സ്പെഷ്യലിസ്റ്റാണ്. എഡ്ജർ ക്രോസിംഗ് ഉണ്ടായിട്ടൊപ്പം തന്നെ വിങ്ങിൽ എല്ലായിടത്തും മുമ്പ് കളിക്കും. അതുപോലെ തന്നെ SS കളിക്കും, AMF കളിക്കും കേട്ടോ. സ്റ്റാറ്റ്സ് നോക്കാം. ഓക്കെ, ഇനി നമ്മുടെ കൊള്ളറാണ് അടുത്ത ടാർഗറ്റ്. കൊള്ളർ വന്നിരിക്കുന്നത് ടാർഗറ്റ് മാൻ ആണ് കേട്ടോ. ഓക്കെ, ടാർഗറ്റ് മാൻ കാർഡാണ് ആളുടെ. തന്നാൽ മതിയായിരുന്നു പുല്ല്. കഴിഞ്ഞ 3 പാക്ക് ഓപ്പണിംഗ് പോയിച്ചാൽ ഒക്കെ അറിയാലോ. ഈ വട്ടയിൽ രക്ഷപ്പെട്ടത്. നിങ്ങളുടെ മക്കായി വന്നിരിക്കുന്നത് ഗോൾ പോച്ചർ കാർഡാണ്. എനിക്ക് തോന്നുന്നത് ഇതൊന്നുകൂടി എഫക്റ്റീവ് ആകും തോന്നുന്നുണ്ട്. ഈ മക്കായി കത്താൻ പോണ കാർഡ് തോന്നുന്നുണ്ട് എൻ്റെ ഗെയിമിൽ. നോക്കി നോക്കാം എന്തായാലും. ബുള്ളറ്റ് ഹെഡർ ഫിനോൽ ഫിനിഷിംഗ് അല്ലെ മക്കായിക്ക് വന്നിരിക്കും. മക്കായി മിക്കവാറും കത്തും. എന്തായാലും റിവ്യൂ നമുക്ക് പടക്കണം. കിട്ടുകയാണെങ്കിലും കിട്ടിയില്ലെങ്കിലും റിവ്യൂ നമ്മൾ എന്തായാലും സെറ്റ് ചെയ്യണതായിരിക്കും. കിട്ടുവാറുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് കിട്ടും, അത് ഉദ്ദേശിച്ച്. അപ്പോൾ എന്തായാലും നോക്കാം അല്ലേ. സോ ഫസ്റ്റ് ട്രൈ കൊടുക്കാം. ഇത് ഫ്രീ ട്രൈ ഉണ്ടോ പറഞ്ഞാൽ അത് നമുക്ക് കൊടുക്കാം ആദ്യം. ഫ്രീ ട്രയലൊക്കെ എപ്പിക്കടിച്ച കാലം മറന്നറാ. എനിക്ക് അവസാനമായിട്ട് ഫ്രീ ട്രയൽ എപ്പിക്കടിച്ച് മറ്റേ PC-യിലായിട്ട് ഇനിയസ്റ്റാണ്. ഇങ്ങനെയുള്ള പാക്ക് ഓപ്പണിങ് വരുമ്പോൾ അന്ന് വെറുതെ കറക്കിയത്. അപ്പം കിട്ടിക്കണു ലൂണ. എടാ ലൂണ, ഇത് വേറെ ലൂണയാണ്, നമ്മുടെ ലൂണല്ലടാ, ഡീഗോലൂടേത്. കുഴപ്പമില്ല, ലൂണ എന്ന് കേട്ടതിന് മലയാളികൾക്ക് പിന്നെ വികാരം വരാണ്ടിരിക്കുമോ. എന്തായാലും അടുത്ത ദിവസം ലൂണ വരും. കാരണം നമ്മുടെ കോച്ച് പറഞ്ഞു ലൂണേനെ എൻ്റെ കീഴിൽ കളിപ്പിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണെന്ന്. മൂപ്പര് ഭയങ്കര ആകാംക്ഷയില്ല. എന്തായാലും നമുക്ക് നോക്കാം. അടുത്ത ദിവസം പിടയ്ക്കും, ഈ ദിവസം മുഞ്ചി റെലിഗേറ്റ് കൊണ്ട് രക്ഷപ്പെട്ടു, അത്രേ ഉള്ളൂ. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ട്രൈ നോക്കി നോക്കാം. സോ ഫിഗോ, നമ്മൾ ഓൾറെഡി ട്രിക്ക് നോക്കിയതാണ്. ഇനി നമുക്ക് ട്രിക്ക് നോക്കണം. ഇനി നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. 10,000. ലെറ്റ്സ് ഗോ. എടാ അതായിരുന്നേരം അത് ഈ ഫുട്ബോളിൻ്റെ ഇതാല്ലേ. ഫസ്റ്റ് ട്രൈ തന്നെ കഷ്ടകാലം തുടങ്ങിയിട്ട് ജൊനാഥൻ ഡേവിഡാണ്. ഓക്കെ, യുവൻറ്റസിൻ്റെ ജൊനാഥൻ ഡേവിഡാണ് ഗൈസ്. രണ്ടാമത്തെ ട്രൈ കൊടുക്കാം. എഡ്ജർ ക്രോസിംഗ് ക്രോസ് സ്പെഷ്യലിസ്റ്റ്. ഇനി മക്കായിന് മാത്രമേ അക്കൗണ്ടിൽ എടുത്ത് തരുമോ എന്ന് എനിക്കറിയാത്ത മച്ചാൻ. ഈ സാധനങ്ങൾ 2 എനിക്ക് വേണ്ടത്. ഇത് നിനക്ക് എടുത്തു വന്നാൽ നിനക്കിന്ന് വിളിയേക്കാണ്ട് പോവാം, അല്ലെങ്കിൽ പിന്നെ നിനക്കിന്ന് വിളിയേക്കും. അപ്പോൾ അതിന് തന്നെ ആ ബ്ലാക്ക് ആനിമേഷനായിട്ട് ആ സാധനത്തിന് 2 വന്നാൽ നമുക്ക് എളുപ്പമായി. ഷാൻ ബ്രോയ്ക്കും എളുപ്പമായി. തന്നോളിൻ, കമോൺ. എതുക്കടാ എൻ്റർ പண்றே, எப்போ ലിസ്റ്റർ പண்றே കൊണാമി. താരത ലെഡസ്ലാവോ, ഇവനൊക്കെ ആരാടാ? എടാ ഒരു എനിക്ക് പ്രതീക്ഷകൾ കൂടുണ്ട് കേട്ടോ അപ്പോൾ കിട്ടാനുള്ളത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം 4000 കോയിൻ ഉണ്ട്. ഇനി വേണ്ടാത്ത പ്ലെയർ വിട്ട് ഇറക്കാം. കാരണം വേണ്ടാത്ത പ്ലെയർ ആകുമ്പോൾ പെട്ടെന്ന് ബാച്ച 2 തരാൻ ചാൻസ് ഉണ്ട് നമുക്ക്. ഓക്കെ, മക്കായി നിന്നെ അത് ഒട്ടിക്കണം കേട്ടോ. ക്യാൻസൽ.
ക്യാൻസൽ. നിങ്ങൾക്ക് വേണ്ട പ്ലെയറെ ഇവിടെ രണ്ടിടത്തിലും തൊടാം. ഓക്കെ, കൊള്ളറിനെയും തൊടാം, പിഗോനെയും തൊടാം. ബാക്ക് അടിക്കാം. ലെറ്റ്സ് ഗോ. മച്ചാനെ കളറ് മാറ് മച്ചാനെ. എടാ പീറ്റേട് കద్దറ നാറികള്. ധാരത് ഫെർണാണ്ടോയോ? ഇതൊക്കെ ആരടാ? ജൂനിയർ ഫെർണാണ്ടോ, ജയ ഫെർണാണ്ടോ. മച്ചാനെ സീനാക്കല്ലേ, ഒരു എപ്പിക്കെങ്കിലും താ. എപ്പിക്ക് ദോഷം മാറണില്ലല്ലോടാ. സൽസമുക്കായോ നമ്മൾ? ഇനി എന്നാണ് ഒരു സൽസം ഇങ്ങോട്ട് വരിക? സൽസമുക്കായി തോന്നുന്നുണ്ട്. കൊള്ളർ നീ എനിക്കുള്ളത് അല്ലേ? കൊള്ളർ നീ എനിക്കുള്ളതല്ല. എടാ ബ്രോ, ഐ ആം ഇൻ എ ലൂപ്പ്. Konami is not giving me any epic player in these days. This is absolutely fucking madness. കൊള്ളറിൻ്റെ പറി മുത്ത 2000 കോയിനുള്ളൂ. തമാശ കളിച്ച് നിൽക്കാനുള്ള സമയമല്ല ഇത്. സാധനം വേണം. ഒരു ഫീച്ചർ ഇതുവരെ വന്നുള്ളവന്മാർ. കൊള്ളറണ വെറുതെ ഒരു ട്രൈ. പൊന്നാര മുഖവത്തില്ലാത്തവന്മാരെ എന്തുവാടാ ഇത്? എനിക്കൊരു ട്രൈ. പൊന്നേ ഇതെന്തത്? അലമ്പിച്ചടവന്മാര്. കളിയാ ഇവിടെ നെഞ്ചൊക്കെ ഇടിക്കണോടാ പണ്ടാരം. ഇവിടെ എന്തൊരു സ്വഭാവമാണത്. ഒരെണ്ണം താടാ മുക്കോളെ. ചതിക്കണേന് പരിധിയിലടാ. ഒരു ട്രൈ ഉണ്ട്, അതിൽ എപ്പിക്കടിച്ച് ഞാൻ ആരായി ഊമ്പൻ. അല്ലാണ്ട് എന്താ പറയലേ? ഇത് എന്തുട്ടത്? ഇവന്മാര് കാട്ടിക്കൊണ്ടൊരു പരിധിയില്ലേ. എടാ ഞാൻ പറയും 3 പാക്കോവിന് മുമ്പത്തെ പാക്കോവിന് എനിക്ക് 2 ട്രൈയിൽ തന്നെ എപ്പിക്കും കാര്യങ്ങൾ അടിച്ചിരുന്നു. ശരിയാണ്, ടൈമുണ്ട് ഓരോരുത്തർക്ക്, അത് ശരിയാ. പക്ഷെ വെച്ചിട്ട് ഇത് എൻ്റെ അല്ലടാ, അത് തമാശ കളിക്കല്ലടാ. ഒരെണ്ണം താടാ നാറി. നോക്കാം. എടാ നിനക്കൊന്ന് താന്ത. എന്തോമാരെ പുറപ്പാട്. നിക്കട്ടോ, ഒരു മിനിറ്റ്. ഇതിലും കൂടി കിട്ടിയില്ല ആത്മഹത്യക്ക് ഒരുങ്ങണം നല്ല കേട്ടോ. അപ്പോൾ ഗായ്സ് ഇതിന് നമുക്ക് ആ 100 കോയിൻ കറക്കി വെക്കാം. ഓക്കെ, അതാണ്. ഇതിനെന്തോ ഒരു ഫ്രീ ട്രൈ ഇവിടെ ഉണ്ടല്ലോ. ഇതാരാ? മൊക്തർ ദഹരിനെ കൊണ്ടുപോകുന്നുണ്ടല്ലോ അവന്മാര്. അതവിടെ കിടക്കട്ടെ, നമുക്ക് വേണ്ടപ്പോൾ. മച്ചു ഞാനൊരു ട്രൈ ഇടും ഇപ്പോൾ. അതിൽ തന്നിൽ ഇടിക്കും. എനിക്ക് അത്രേ പറയുള്ളൂ. അത് 100 കോയിനാ. കുഴപ്പമില്ല. ഇനിയുള്ളതാണ് മുത്തേ last and final try. If you didn't give me an account from this, okay, definitely I am going to stop the pack opening. Only 900 bro. This is do or die match. ഇതൊന്നും സിമ്പിളായിട്ട് കാണരുത്. ഇതൊന്നും ചിരിച്ചു കളേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ സീരിയസ് മാറ്ററാണ് ഗൈസ്. ഇതൊക്കെ സീരിയസ് മാറ്ററാണ്. ഇവന്മാരെ പുളുത്താൻ ഉണ്ടാക്കിക്കാണോ? സീരിയസ് മാറ്ററാണ് അതൊക്കെ. മാരെന്തോന്ന് മച്ചു കളറ് മാറ്. എടാ ഒരു എപ്പിക്ക് പോലും തന്നില്ലേ? എടാ പോടാ. എടാ പോടാ. എടാ മച്ചാനെ
മലരാടത് ഇവിടെ ഒരു പികോര് നന്ദിലടാ ആറിയോള് മലര്. ഞാൻ നിർത്തി ഇത് പണ്ടാറിറങ്ങാൻ വേണ്ടിട്ട് ഒരു ഇവിടെ നോക്കടാ ചതി. എടാ അടിയിലുള്ളവന്മാരൊക്കെ പെറുക്കി നിൽക്കണൂടാ. ബ്രോ ദിസ് ഈസ് സോ ക്രൂവൽ. പക്ഷെ എന്ത് ചെയ്യാനാടാ? പ്ലക്കലറ്റ് പ്ലീക്ക് അല്ല പീക്ക് പറി. എടാ മൂഞ്ചിടാ. ഫാക്ക് നിർത്തട്ടെ പുല്ല്. മാതിയായി പ്രാന്തായിക്ക്. ആളിയാ മൂഞ്ചിയടാ നോക്കണ്ട.